നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. യെസ്, RCB ഇത്തവണത്തെ IPL പ്ലേ ഓഫിൽ ഒഫീഷ്യലി കയറിയിരിക്കുന്നു, ക്വാളിഫൈഡ് ആയിരിക്കുന്നു. സമീപകാലത്ത് IPL ചരിത്രത്തിൽ ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയ ടീം ഏതാണെന്ന് ചോദിച്ചാൽ സംശയലേശമന്യേ ഞാൻ പറയുന്നത് RCB ആണെന്ന്. യെസ്, നോക്കുക, 2020 IPL പ്ലേ ഓഫിന് അവർ ക്വാളിഫൈ ചെയ്തിരുന്നു, 2021 IPL പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്തിരുന്നു, 2022 IPL പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്തിരുന്നു, 2023 മാത്രമാണ് മിസ്സിങ്. പക്ഷേ 2024 വീണ്ടും IPL പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്തിരുന്നു. 2025 അവർ ചാമ്പ്യന്മാരായിരുന്നു. 2026 ഇതാ വീണ്ടും IPL പ്ലേ ഓഫിന് ക്വാളിഫൈ ചെയ്യുന്നു. യെസ്, ചാമ്പ്യന്മാർ ഒരിക്കൽ കൂടി കിരീടം ചൂടാൻ അതിൻ്റെ തൊട്ടരികിലേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. PBKSൻ്റെ കാര്യമാണ് കഷ്ടം. ആദ്യ 7 കളികളിൽ 6 ജയിച്ച് 1 മഴ പെയ്തു പോയി, 13 പോയിൻ്റ്, ഒറ്റ തോൽവിയുമില്ലാതെ ടീം. പിന്നത്തെ 6 കളികൾ ഒന്നും ജയിച്ചില്ല, എല്ലാം പൊട്ടി 0 പോയിൻറ്റുമായിട്ട് നിൽക്കുന്നു. വല്ലാത്തൊരു ദുർഗതിയിലേക്കാണ് അവർ വീണിരിക്കുന്നത്. PBKSൻ്റെ ഭാവി എന്ത് എന്നുള്ള ചോദ്യം എന്തായാലും ആരാധകരുടെ മുന്നിൽ ഈ ഒരു IPL ഇനി അവർ മുന്നോട്ട് പോകുമോ എന്ന ചോദ്യം വരുന്നുണ്ട്. ഇന്നത്തെ RRൻ്റെ റിസൾട്ട് അനുസരിച്ചിരിക്കും കാര്യങ്ങൾ എന്താകും എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത ലഭിക്കാൻ. ഏതായാലും RCB നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 222 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 20 ഓവറിൽ 8 വിക്കറ്റിന് 199 റൺസിലേക്ക് എത്താനേ PBKSന് കഴിഞ്ഞുള്ളൂ. തുടക്കത്തിലെ അവർക്ക് തിരിച്ചടിയേറ്റ് പ്രയാൻ ഷാരിയും പ്രഭ്സിമ്രാൻ സിംഗും ശ്രേയസ് അയ്യരും ഒക്കെ മടങ്ങി പോകുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ 19 റൺസേ ഉണ്ടായിരുന്നുള്ളൂ. ഒടുവിൽ പക്ഷേ ശശാങ്ക് സിംഗിൻ്റെയും മറ്റുമൊക്കെ ശ്രമത്തിൻ്റെ ഫലമായി അവരൊരു ശ്രമം നടത്തി. എന്നാൽ 19ാമത്തെ ഓവറൊക്കെ ഉണ്ടല്ലോ, ഹേസൽവുഡ് കൊടുത്തത് 7 റൺസാണ്. അങ്ങനെ വരിഞ്ഞു മുറുക്കി എന്തെങ്കിലും സാധ്യതയുണ്ടായിരുന്നെങ്കിൽ അതങ്ങ് തീർത്തു കൊടുത്ത് 23 റൺസിൻ്റെ വിജയമാണ് ഇപ്പോൾ RCB PBKSന് മേൽ നേടിയിരിക്കുന്നത്. RCBയുടെ നമ്മൾ ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് വിശദമായി പറഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ അതിലേക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കിടക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് സ്കോർ കാർഡ് മാത്രമേ പറയുന്നുള്ളൂ. ജേക്കബ് ബത്തലും കിങ് കോഹ്ലിയും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. ഫിൽ സാൾട്ടിന് പകരം ജേക്കബ് ബത്തൽ അങ്ങ് തിളങ്ങുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ പറയുന്നതാണ്. അതുപോലെ തന്നെ തുടരുന്നു. 7 പന്തിൽ നിന്ന് 11 റൺസുമായിട്ട് അദ്ദേഹം ഹർപ്രീത് ബ്രാറിൻ്റെ പന്തിൽ പുറത്താകുമ്പോൾ സ്കോർ ബോർഡിൽ വെറും 21 റൺസായിരുന്നു. എന്നാൽ ദേവദത്ത് പടിക്കൽ അദ്ദേഹത്തിൻ്റെ ഫോം തുടരുന്നു. കിങ് കോഹ്ലി കൂട്ടിന് നിൽക്കുന്നു. പടിക്കൽ 25 പന്തുകൾ 4 4ഉം 3 6ഉം അടക്കം സൂപ്പർ ഇന്നിങ്സ് കളിച്ചു. 45 റൺസാണ് കുറിച്ചത്. ഹർപ്രീത് ബ്രാറിൻ്റെ പന്തിൽ ശ്രേയസ് അയ്യർ പിടിച്ചു മടങ്ങി. കിങ് കോഹ്ലി മറ്റൊരു അർദ്ധ സെഞ്ചുറി ഈ IPL സീസണിലും 500 പിന്നിടുന്നു. 37 പന്തുകൾ 4 4ഉം 3 6ഉം അടക്കം അദ്ദേഹം 58 റൺസാണ് അടിച്ചത്. പിന്നെ പറയേണ്ട ഇന്നിങ്സ് ഉണ്ടല്ലോ, അത് വെങ്കിടേഷ് അയ്യരുടേതാണ്. അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഡ്യൂപ്പർ ഇന്നിങ്സ്. 40 പന്തുകൾ 8 4ഉം 4 6ഉം അടക്കം 73 റൺസുമായിട്ട് അദ്ദേഹം പുറത്താകുന്നു. ടിം ഡേവിഡ് 12 പന്തുകൾ 28 റൺസിൻ്റെ ഒരു കിഴലൻ കമിയയും കളിച്ചപ്പോൾ 222 എന്ന മാമത്ത് ടോട്ടലിലേക്ക് RCB എത്തി. മറുപടി ബാറ്റിങ്ങിൽ നല്ലൊരു തുടക്കം പ്രിയാൻ ഷാരിയും പ്രഭ്സിമ്രാൻ സിംഗും ഒക്കെ കൊടുത്ത് പിന്നാലെ ശ്രേയസ് അയ്യരുടെ മികച്ച ഇന്നിങ്സ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്കോർ ചേസ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ തുടക്കത്തിലെ അവർക്ക് തിരിച്ചടിയേൽക്കുകയും 19 റൺസ് എടുക്കുമ്പോഴേക്കും 3 വിക്കറ്റുകൾ വീണ് പോവുകയും ചെയ്തു. പ്രിയാൻ ഷാരി 3 പന്തിൽ നിന്ന് ഡക്കായിട്ട് മാറുന്നു. പ്രഭ്സിമ്രാൻ സിംഗ് 5 പന്തിൽ നിന്ന് 2 റൺസുമായിട്ട് മടങ്ങുന്നു. അങ്ങനെ ഭുവനേശ്വർ കുമാർ തുടക്കത്തിലെ സ്ട്രൈക്ക് ചെയ്തു. പിന്നാലെ ശ്രേയസ് അയ്യർ, റഷീഖ് സലാമിൻ്റെ പന്തിൽ ജിതേഷ് ശർമ്മ പിടിച്ചു പുറത്താകുമ്പോൾ ഒരേ 1 റൺസാണ് സ്കോർ ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഒരു ശ്രമം കൂപ്പർ കനോലിയും ഷെഡ്ഗയും ചേർന്ന് നടത്തി. കനോലി 22 പന്തിൽ നിന്ന് 37 റൺസ് അടിച്ചപ്പോൾ ഷെഡ്ഗെ 22 പന്തിൽ നിന്ന് 2 4ഉം 2 6ഉം അടക്കം 35 റൺസ് അടിച്ചു. ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങിയ സ്റ്റോയിനിസും ശശാങ്ക് സിംഗും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തി. വിജയിക്കുമെന്ന പ്രതീതി ചില ഘട്ടങ്ങളിലെങ്കിലും അവരുണ്ടാക്കി. പക്ഷേ അതൊന്നും മതിയാവുമായിരുന്നില്ല. സ്റ്റോയിനിസ് 25 പന്തിൽ നിന്ന് 5 4ൻ്റെ സഹായത്തോടെ 37 റൺസ് അടിച്ചു. പക്ഷേ ഹേസൽവുഡ് അദ്ദേഹത്തെ LBWയിൽ കുരുക്കി മടക്കി. ശശാങ്കിൻ്റെ ഇന്നിങ്സ് 27 പന്തുകൾ 4 4ഉം 4 6ഉം 207.41 സ്ട്രൈക്ക് റേറ്റിൽ 56 റൺസ് അടിച്ചു. അസ്മത്തുള്ള ഒമർസായി 10 പന്തിൽ നിന്ന് 14 റൺസ് അടിച്ചു മടങ്ങി. ഹർപ്രീത് ബ്രാർ 5 റൺസുമായിട്ട് പുറത്താകുന്നു. ഏതായാലും ഒടുവിൽ അവർ 199 അവരുടെ ഇന്നിങ്സ് അവസാനിപ്പിക്കുമ്പോൾ 23 റൺസിൻ്റെ കിടിലൻ വിജയവുമായിട്ട് ഇതാ RCB IPLിലെ 13 കളികൾ 18 പോയിന്റ് പ്ലേ ഓഫ് ഉറപ്പാക്കുന്നു. PBKS 13 കളി 13 പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. ഇനി ഒരേ ഒരു കളി മാത്രമാണ് അവർക്ക് ബാക്കിയുള്ളത്. അവരുടെ കാര്യം തീർച്ചയായിട്ടും പണിപാളിയ മട്ടിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.